മക്കളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്നേഹത്തോടെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എത്ര സന്തോഷത്തോടും ത്യാഗത്തോടും കൂടിയിട്ടാണ് ഈ പ്രയർ ലൈനിൽ സംബന്ധിക്കുന്നവോ അതിനനുഗുണമായിട്ടാണ് അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് തരിക. നമ്മുടെ പല പരാജയത്തിൻ്റെയും അവഗണനയുടെയും പിന്നിൽ ഇന്ന് പറയുന്ന വചനത്തിൻ്റെ ഒരംശമുണ്ടോ എന്ന് ചിന്തിക്കണം. പല വഴികളും അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, പല പ്രതിസന്ധികളും നമ്മുടെ മുമ്പിൽ ഒരു വലിയ മല പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പറയുന്ന സന്ദേശത്തിൽ എന്തെങ്കിലും ഒരു ചിന്ത മറഞ്ഞിരിപ്പുണ്ടോ എന്ന് ചിന്തിക്കണം. ക്ഷമയില്ലാത്തതിൻ്റെ പേരിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഭയവും സംശയവും അതുപോലെ തന്നെ ആത്മശക്തിയുടെ കുറവൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ഇതാ കർത്താവ് നമുക്ക് വചനം തരികയാണ്. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 60-ാം വാക്യം. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇതു പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. മകളെ, വ്യക്തികളെയും തറവാടുകളെയും മാറ്റിമറിക്കുന്നൊരു വചനമാണിത്. ദൈവം കൊതിക്കുന്നൊരു സ്വഭാവമാണ് ക്ഷമിക്കുന്ന സ്നേഹം. എത്രയോ പേരുടെ സ്നേഹവും പ്രോത്സാഹനവും സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ വളരുന്നത്. ഇപ്പോഴും പല ബന്ധങ്ങളും വേർപിരിയാതെ നിൽക്കുന്നത് അവർ നമ്മോട് കാണിച്ച ക്ഷമിക്കുന്ന സ്നേഹം കൊണ്ടല്ലേ? നമ്മുടെ സ്വഭാവ വൈകല്യത്തെ ശാന്തതയോടെ സ്വീകരിച്ചവർ എത്രയോ പേരാണ്. ക്ഷമയുടെ വിളനിലത്തിലല്ലേ അവയെല്ലാം വളർന്ന് പൊന്തിയത്? നമ്മുടെ ദ്രോഹങ്ങൾ പലരും മൗനമായി സഹിച്ചതുകൊണ്ടല്ലേ, രഹസ്യമായി സൂക്ഷിച്ചു വെച്ചതുകൊണ്ടല്ലേ ഇന്ന് നാം അന്തസ്സോടെ നമ്മുടെ വീട്ടിലും നാട്ടിലും നടക്കുന്നത്? മക്കളെ, പല പ്രതിസന്ധികളുടെയും പല രോഗങ്ങളുടെയും പല പ്രശ്നങ്ങളുടെയും പിറകിൽ ക്ഷമിക്കാത്ത സ്നേഹത്തിൻ്റെ അംശങ്ങളുണ്ട് എന്ന് നമ്മൾ മറന്നു കളയരുത്. വിശുദ്ധനായ ചാവറ പിതാവ് പറയുകയാണ്, പകരം വീട്ടാൻ ഏത് മൃഗത്തിനും സാധിക്കും, ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്നത് സുഹൃതം നിറഞ്ഞൊരു മനുഷ്യന് മാത്രമേ സാധിക്കൂ. മകളെ, ക്ഷമ മനുഷ്യ ജീവിതത്തിലെ ലൂബ്രിക്കേറ്റീവ് ഓയിലാണ്. ഒരാൾ ക്ഷമിക്കാൻ തയ്യാറായാൽ അവൻ്റെ ഹൃദയത്തിലും കുടുംബത്തിലും സ്വർഗം ഇറങ്ങി വരും. അച്ഛൻ ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടട്ടെ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് ആർക്കെങ്കിലും വിഷമമുണ്ടോ? അപ്പനും അമ്മയും തമ്മിൽ ഹൃദയം തുറന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? മക്കളും മരുമക്കളും പേരക്കുട്ടികളും തമ്മിൽ സ്നേഹത്തിൻ്റെ ചർച്ചയിലാണോ? അടുത്ത ബന്ധത്തിൽപ്പെട്ടവരുമായി കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടവരുണ്ടോ? അയൽവാസികളുമായി വഴക്കിൽ കഴിയുന്നവരുണ്ടോ? ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളത്തെ ദിവസം ഈ സമയമാകുന്നതിനേക്കാൾ മുമ്പ് ഒരു സോറി പറയുവാൻ തയ്യാറാകുമോ? മാത്രമല്ല, ഇന്നത്തെ വചനം നിന്റെ ഏറ്റവും അടുത്ത മിത്രത്തിനും നിന്റെ ശത്രുക്കൾക്കും ഉണ്ട് എങ്കിൽ അവർക്കും അയച്ചു കൊടുക്കാൻ തയ്യാറാകുമോ? വചനം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. വചനം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും സഹായിക്കുവാനും നമുക്ക് ശക്തി തരും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും നമ്മുടെ എല്ലാ ബന്ധങ്ങളോടും കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.